പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 15 വർഷക്കാലമായി ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ശ്രീമൻ നരേന്ദ്രമോദി. അതിനു മുമ്പ് അദ്ദേഹം എനിക്ക് തോന്നുന്നു 3 തവണ മറ്റോ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായി. അവിടുന്ന് 2014 അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ഒരു തവണയായി 14-19 ഒന്നായി, 19-24 ഒന്നായി, ഇപ്പോൾ 24 നിന്ന് ഒരു 5 വർഷത്തേക്ക് കൂടി അദ്ദേഹം നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 3ാമത്തെ ടേമായി മോഡി നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കും. മോദിയുടെയും കൂട്ടരുടെയും ഇപ്പോഴത്തെ ശ്രമം 2029 അടുത്ത തെരഞ്ഞെടുപ്പ് എങ്ങനെയും നടത്തുക എന്നുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിയമസഭയിലും ലോക്സഭയിലും ഒരുപോലെ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുള്ളത്. അങ്ങനെ നടത്തണമെന്നുണ്ടെങ്കിൽ ലോക്സഭയിൽ 2/3 ഭൂരിപക്ഷം കിട്ടണം. എന്നാൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം പോലും ഇപ്പോൾ ഇല്ല. നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും തോളിൽ താങ്ങിയാണ് ഇപ്പോൾ BJP ഭരിക്കുന്നത്. എന്നാൽ 2/3 ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നീചമായിട്ടുള്ള ശ്രമങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദി. 360 എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കാനാണ് ലക്ഷ്യം. അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ പാർട്ടികളെ പിളർത്തുകയാണ്. TMC എന്ന് പറഞ്ഞ പാർട്ടി ഏതാണ്ട് പിളർത്തി കഴിഞ്ഞു. മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയെ പിളർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു. ആം ആദ്മി പാർട്ടിയെ ഏതാണ്ട് പിളർത്തി കഴിഞ്ഞു. DMK പിടിക്കാനുള്ള ശ്രമം നടക്കുന്നു. മഹാരാഷ്ട്രയിലെ ശരത് പവാറിൻ്റെ NCP അവർ BJPയിലേക്ക് ചേരും എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ 2029 നിയമസഭയിലും ലോക്സഭയിലും ഒരുപോലെ തെരഞ്ഞെടുപ്പ് നടത്തി 4ാം തവണ അധികാരത്തിൽ കയറാൻ വേണ്ടി മപ്പടിച്ച് നിൽക്കുകയാണ് ഈ 56 ഇഞ്ച് നെഞ്ചളവുള്ള മോദിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഈ ഒരു 2.5-3 ടേം ആവാറാവുന്ന ഒരു പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ പ്രതിപക്ഷ പ്രവർത്തനമൊന്നും വലിയ കാര്യമായി നടന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. 14-19 കാലത്ത് ഒരു പ്രതിപക്ഷ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. 19-24 കാലത്തും വലിയ പ്രതിപക്ഷ പ്രവർത്തനമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2024-26 ഇതുവരെ പ്രതിപക്ഷ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഏകാധിപതിയായി പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ ആക്രമണങ്ങൾക്കൊന്നും വിധേയനാവാതെ ഒരു യൂണിലാറ്ററലായിട്ടുള്ള ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോദിയും കൂട്ടരും. ഇഷ്ടമുള്ളതെല്ലാം ചെയ്തുകൊണ്ട്. ഞാനതിൻ്റെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് സംബന്ധിച്ച് ഞാൻ വിശദമായി പോകുന്നില്ല. SIR ഉൾപ്പെടെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്, അതിനകത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. എങ്ങനെയാണ് ഓരോ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഇതിനെതിരെയൊന്നും ഒരു എതിർപ്പും ഉയരുന്നില്ല. അങ്ങനെ ഏതാണ്ട് അടുത്ത ടേമിലും മോദിയുടെ നേതൃത്വത്തിൽ മോദിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ടെങ്കിലും ഏതാണ്ട് മോദിയുടെ നേതൃത്വത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിലും BJPയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്നുള്ള ഒരു തോന്നൽ അടിക്കടി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പൊടുന്നനെ മോദി മുട്ടികുത്തുമോ എന്നുള്ള സംശയം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. അത്ഭുതകരമെന്നേ നമുക്കതിനെ പറയാൻ കഴിയുകയുള്ളൂ. കാരണം ഒരു വശത്ത് മോദിയുടെ നേതൃത്വത്തിൽ BJP ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പ്രതിപക്ഷ പാർട്ടികളെ പിളർത്തിക്കൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികളാണെങ്കിൽ അടിക്കടി ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് വല്ലാതെ ദുർബലപ്പെട്ടു. മഹാരാഷ്ട്രയിലെ ഇന്ത്യ സഖ്യത്തിൻ്റെ സഖ്യകക്ഷികൾ ദുർബലപ്പെടുന്നു. NCP BJPയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടക്കുന്നു. ആം ആദ്മി പാർട്ടിയും തകർന്ന് തരിപ്പണമായിരിക്കുന്നു. കോൺഗ്രസ് DMKയുമായിട്ടുള്ള സഖ്യം ശിഥിലീകരിക്കപ്പെട്ടിരിക്കുന്നു. ഉത്തർപ്രദേശിലെ അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടിയും കോൺഗ്രസിനോട് അത്ര സുഖകരമല്ലാത്ത ഒരു ബന്ധം നിലനിർത്തുന്നു. അത്തരത്തിൽ ഒരു ഭാഗത്ത് BJP ശക്തിപ്പെടുമ്പോൾ ഒരു ഭാഗത്ത് പ്രതിപക്ഷം ദുർബലപ്പെടുന്ന വളരെ ദയനീയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നതിനിടയിലാണ് ഏകഛത്രാധിപതിയായി കഴിഞ്ഞ 10-12-13 വർഷക്കാലമായി നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദിയുടെ നിലനിൽപ്പ് അപകടത്തിലാകുമോ എന്നുള്ള സംശയം ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്നു. അതാണ് രാഷ്ട്രീയം, ജനാധിപത്യത്തിൻ്റെ ശക്തി അതാണ്. പരമ്പരാഗതമായിട്ടുള്ള സാഹചര്യം നോക്കുകയാണെങ്കിൽ മോദി സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി രംഗത്തേക്ക് വരേണ്ടത് പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷം അതീവ ദുർബലമായി നിൽക്കുന്ന സമയത്താണ് ഒരു പുതിയ രാഷ്ട്രീയ സംവിധാനം പൊടുന്നനെ ദേശീയ രാഷ്ട്രീയത്തിൽ പൊട്ടിമുളയ്ക്കുന്നത്. അത് പൊട്ടിമുളച്ചത് തന്നെ
എങ്ങനെയാണ് വളരെ അവിചാരിതമായി, വളരെ വിസ്മയകരമായിരുന്നു ആ സംവിധാനത്തിൻ്റെ രൂപീകരണം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സുർജയ് കാന്ത് ഒരു കേസ് പരിഗണിക്കവേ അദ്ദേഹം കേരളത്തിലെ യുവാക്കളെ പരിഹസിക്കുന്നു എന്ന് തോന്നുന്ന ഒരു പ്രസ്താവന ഇറക്കി. ഇന്ത്യയിലെ യുവാക്കൾ കോക്രോച്ചുകളെ പോലെയാണ്, പാറ്റകളെ പോലെയാണ്. അവർ അലസരായി ഇങ്ങനെ അവരുടെ ജീവിതം സോഷ്യൽ മീഡിയയിലും ഒക്കെ ചെലവഴിച്ച് ഇങ്ങനെ അലസരായി നടക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യയിലെ യുവാക്കൾ എന്നുള്ള ഒരു പരാമർശം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സുർജയ് കാന്ത് നടത്തിയിട്ടുണ്ട്. അതിനെതിരായി ഏതോ ഒരു വിദേശ രാജ്യത്ത് ജീവിച്ചിരുന്ന അഭിജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സാമൂഹ്യ മാധ്യമത്തിൽ ആരംഭിച്ച ഒരു പ്രചരണം, ആ പ്രചരണത്തിലൂടെ വളർന്നു വികസിച്ചു വന്ന അദ്ദേഹം തന്നെ പേരിട്ട് ഉണ്ടാക്കിയെടുത്ത കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ ഒരു പാർട്ടിയാണ് പൊടുന്നനെ ഏകഛത്രാധിപതി എന്ന് നമുക്ക് തോന്നിച്ചിരുന്ന നരേന്ദ്രമോദിയെ അതീവ ദുർബലനാക്കി മാറ്റിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പാർട്ടി അത് സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് അത് ഡെവലപ്പ് ചെയ്തു വന്നത്. എത്രയോ മാസങ്ങൾ കൊണ്ട് BJP-യേക്കാൾ കൂടുതൽ അംഗങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ ആ പാർട്ടിയിൽ അംഗത്തെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ബഹുഭൂരിപക്ഷവും 90%-ലധികവും ഇന്ത്യയിലെ യുവാക്കളായിരുന്നു. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് നടത്തിയിട്ടുള്ള ആ പ്രതികരണത്തിനെതിരായി, ആ പരാമർശത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം എന്നുള്ള നിലയിലാണ് ഈ സംവിധാനം വളർന്ന് വലുതായി വന്നത്. ആ സംവിധാനം എന്ത് ചെയ്തു? ആ സംവിധാനം കൃത്യമായി മോദി സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധ പ്രവർത്തനത്തിലേക്ക് അവർ നേരിട്ടിറങ്ങി. നീറ്റ് എന്ന് പറഞ്ഞ പരീക്ഷ, പ്രവേശന പരീക്ഷ, ആ പരീക്ഷയിൽ ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള കൃത്രിമങ്ങൾ, ക്രമക്കേടുകൾ, ഇതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ കൃത്രിമങ്ങൾക്കെല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മോദി സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള പ്രധാൻ എന്ന് പറയുന്ന മന്ത്രി അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷ സമരത്തിലേക്ക് അവരിറങ്ങി. ജന്തർ മന്ദിറിൽ പ്രതിഷേധം ആരംഭിച്ചു. മോദി സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. മോദി സർക്കാർ ആ പ്രതിഷേധത്തെ കണ്ട ഭാവം പോലും നടിച്ചില്ല. അതിനെ തുടർന്ന് ഒരു പ്രമുഖനായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകൻ, മക്സസെ അവാർഡ് വിന്നറുമൊക്കെ ആയിട്ടുള്ള ഒരു പ്രമുഖനായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്ക് എന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തകൻ നിരാഹാരം ആരംഭിച്ചു. ആ നിരാഹാര സമരത്തെയും കണ്ടെന്ന് നടിച്ചില്ല മോദിയും കൂട്ടരും. എന്നാൽ 18 ദിവസമായപ്പോഴത്തേക്കും സോനം വാങ്ചുക്കിൻ്റെ പ്രതിഷേധ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ നിരാഹാര സത്യാഗ്രഹം ജനശ്രദ്ധ ആകർഷിച്ചു. അതിനെ തുടർന്ന് എന്താ സംഭവിച്ചത്? അതിനെ തുടർന്ന് 10,000-കണക്കിന് യുവാക്കളും യുവതികളും ജന്തർ മന്ദിറിലേക്ക് ഒഴുകിയെത്തി. ആ സമരത്തിൻ്റെ രൂപവും ഭാവവും മാറി. മോദി സർക്കാർ എന്താ ചെയ്തത്? പൊടുന്നനെ ആ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അവരിറങ്ങി. സോനം വാങ്ചുക്കിനെ നിർബന്ധപൂർവ്വം അവിടെ നിന്നെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. സോനം വാങ്ചുക്ക് സത്യാഗ്രഹ പന്തൽ അടിച്ചു പൊളിച്ച് തകർത്ത് കളഞ്ഞു. പ്രതിഷേധവുമായി വന്ന 10,000-കണക്കിന് വരുന്ന പ്രതിഷേധ പ്രവർത്തകരെ അതിശക്തമായി, അതിക്രൂരമായി മോദി സർക്കാർ ആക്രമിച്ചു. അതോടെ ആ സമരം വീണ്ടും ശക്തിപ്പെട്ടു. അതിൻ്റെ തുടർച്ചയെന്നോണം കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ പ്രതിപക്ഷം ഈ സമരം ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ MP-മാർ വന്ന് പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ സത്യാഗ്രഹം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സുഹൃത്തുക്കളെ, ചെറിയ സംഭവമാണത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം അത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതകരമായിട്ടുള്ള കാര്യമല്ലേ ഇപ്പം നടന്നിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കി. പൊടുന്നനെ ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, കേരളത്തിലെ ഇന്ത്യയിലെ യുവാക്കളുടെ നേതൃത്വത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടി തുടങ്ങിവെച്ച ഒരു പ്രതിഷേധാഗ്നി, അതിശക്തമായിട്ടുള്ള പ്രതിരോധം യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഈ രാജ്യത്ത് നിലനിന്നിരുന്ന മോദി സർക്കാരിനെതിരായിട്ടുള്ള ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷത്തെ പൂർണ്ണമായി അലിയിച്ച് കളയല്ലേ സുഹൃത്തുക്കളെ ചെയ്തത്.
ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷമല്ലേ ഈ മോദി സർക്കാരിനെതിരെ കഴിഞ്ഞ കുറേ നാളുകളായി രാജ്യത്ത് നിലനിന്നിരുന്നത്. മാധ്യമങ്ങൾക്ക് ഭയം, പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും ഭയം. ആ ഭയം ശക്തിപ്പെടുത്തുന്ന നിലയിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒന്നൊന്നായി തകർക്കുന്ന BJPയുടെ ശ്രമം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മോദി സർക്കാരിനെതിരെ നിലനിന്നിരുന്ന ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം, ആ അന്തരീക്ഷത്തെ പൊടുന്നനെ ഇല്ലാതാക്കി മാറ്റാൻ ഈ പാറ്റകളുടെ സമരത്തിന് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ സത്യാഗ്രഹം നടത്താൻ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഊർജം ലഭിച്ചിരിക്കുന്നു. മോദി വിറയ്ക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, 56 ഇഞ്ച് നെഞ്ചു വിരിച്ച് മപ്പടിച്ചു നിന്നിരുന്ന മോദി വിറയ്ക്കുകയാണിപ്പോൾ. മോദി തൻ്റെ ഒരു മന്ത്രിയെ അങ്ങോട്ട് വിടുന്നു, ചർച്ചയ്ക്ക് വിടുന്നു. മോദി യുവാക്കളെ കുറിച്ചിട്ട് വാചാലമായി സംസാരിക്കുന്നു. അങ്ങനെ ഈ സമരത്തെ ശ്രദ്ധിക്കാൻ മോദി നിർബന്ധിതനായിരിക്കണം. ഈ സമരം കൊണ്ട് മോദി അങ്ങ് രാജിവെക്കുമെന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുമെന്നൊന്നും നമുക്ക് പറയാറായിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, മോദി സർക്കാർ ആടി ഉലഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യക്തം. ഈ പാറ്റകളുടെ സമരം അനുദിനം ഇനി ശക്തിപ്പെടും എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല. അതുകൊണ്ട് രാഷ്ട്രീയം മാറാൻ മിനിറ്റുകൾ മതി എന്ന് നമ്മൾ മനസ്സിലാക്കുക. നാളെ ഇന്ത്യയിലെമ്പാടും നിലനിൽക്കുന്ന ഒരു വലിയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിച്ച് രംഗത്ത് വരാൻ പോകുന്നത് ഒരുപക്ഷെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയായിരിക്കും, പാറ്റകളുടെ പാർട്ടിയായിരിക്കും എന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റും. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചുകൂടെ സുഹൃത്തുക്കളെ? നമ്മൾ ആം ആദ്മി പാർട്ടി പോലുള്ള പാർട്ടികളെ നമ്മൾ കണ്ടതാണ്, അത് സംസ്ഥാനങ്ങളിൽ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ പാറ്റകൾ മോദിയുടെ മുട്ടിടിപ്പിച്ചു, മോഡിയെ വിറപ്പിച്ചു എന്ന് മാത്രമേ നമ്മൾ ഇപ്പം മനസ്സിലാക്കേണ്ടുള്ളൂ. മോഡി തോറ്റു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മോഡിയുടെ ശരീരത്തിൽ കൂടി ഒരു മിന്നൽ പിണർ പായിക്കാൻ ഈ പാറ്റകളുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ 10,000-കണക്കിന് യുവാക്കൾ നേതൃത്വം നൽകുന്ന ഈ ഉജ്ജ്വലമായിട്ടുള്ള, ഈ ഐതിഹാസികമായിട്ടുള്ള സമരത്തിന് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.